ഹലോ നമസ്കാരം, ഞാൻ അനീഷ് അബ്രഹാം. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ കോണ്ടാക്ട് ചെയ്ത യു കെയിലുള്ള രണ്ട് ഫാമിലിക്ക് സംഭവിച്ച കാര്യം പറയുകയാണ്. ഇത് എല്ലാവർക്കും ഒരു പാഠമാകാനും ഇനി ഇതുപോലത്തെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വിവരങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു ഫാമിലി കെയർ ഹോമിൽ, അതായത് റെസിഡൻഷ്യൽ കെയർ ഹോമിൽ കെയറായിട്ട് വന്നതാണ്. മെയിൻ വിസ ഹോൾഡർ. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വേറൊരു നേഴ്സിംഗ് ഹോമിൽ ഒരു വേക്കൻസി വന്നത് കണ്ടു, വിസ കിട്ടുമെന്ന് കണ്ടു. അവർ ഈ റെസിഡൻഷ്യൽ ഹോമിൽ നിന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ ഈ പെൺകുട്ടി നേഴ്സായിരുന്നു. അപ്പോൾ അടുത്ത നേഴ്സിൻ്റെ ഈ സൈൻ ഓഫ് ചെയ്യാൻ സിഫി പാത്വേ വഴി നേഴ്സാകാനുള്ള സൈൻ ഓഫ് ചെയ്യുന്ന സൗകര്യം റെസിഡൻഷ്യൽ കെയർ ഹോമിൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടില്ല എന്ന തിരിച്ചറിവിൽ അവർ നേഴ്സിംഗ് ഹോമിലേക്ക് ചാടി. നേഴ്സിംഗ് ഹോം വിസ കിട്ടി. ഒരു മാസത്തിനുള്ളിൽ ആ പെൺകുട്ടിയുടെ വിസ നേഴ്സിംഗ് ഹോമുകാർ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അവർക്ക് അവിടെ ആ ലേഡി ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിലുണ്ടായിരുന്ന കയ്യിലുണ്ടായിരുന്ന വിസ പോവുകയും ചെയ്തു. ജോലി സ്ഥലത്ത് യാതൊരു പ്രശ്നവും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പുതിയ സ്ഥലത്ത് വന്നപ്പോൾ തൊട്ട് ഹരാസ്മെൻ്റ് ആയിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു യുവതി ഇതുപോലെ തന്നെ നഴ്സിംഗ് ഹോമിൽ ജോലി ഉണ്ടായിരുന്നതാണ്, വിസ ഉണ്ടായിരുന്നതാണ്. അവിടുന്ന് NHSൽ കെയർ വേക്കൻസി വന്നു, വിസ കൊടുക്കുമെന്ന് കണ്ടു. നഴ്സിംഗ് ഹോമിലെ ജോലി ഉപേക്ഷിച്ച് NHSൽ ചേർന്നു. ഇപ്പോൾ അവർ വിസ പുതുക്കേണ്ട സമയമായപ്പോൾ NHS അറിയിച്ച് വിസ പുതുക്കി കൊടുക്കാൻ അവർക്ക് കഴിയില്ല, സാലറി ത്രഷോൾഡൊന്നും മീറ്റ് ചെയ്യാത്തത് കൊണ്ട് വിസ പുതുക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാവരും നഴ്സിംഗ് ഹോമിലൊക്കെ കൊടിയ പീഡനങ്ങളും വർക്ക് എൻവയോൺമെൻറ്റും ശരിയല്ലാത്തതൊക്കെ കൊണ്ടായിരിക്കാം പലരും ഉള്ള വിസയിൽ നിന്ന് എങ്ങനെയെങ്കിലും ചാടി വേറൊരു സ്ഥലത്ത് പോയി രക്ഷപ്പെടാമെന്നൊക്കെ വിചാരിച്ച് പോകുന്നത്. പക്ഷേ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ശ്രദ്ധിക്കാം. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് യൂണിയനിൽ ചേരുക എന്നുള്ളത്. യൂണിയനിൽ ഇപ്പോഴും എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെ പലരും ഏത് യൂണിയനിൽ ചേരണമെന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് വിടാറുണ്ട്. അവർ ഒരിക്കൽ കൂടെ അതിനെക്കുറിച്ചൊന്ന് പറയുകയാണ്. ഈ റെസിഡൻഷ്യൽ ഹോം, സപ്പോർട്ട് വർക്കർ, ഡൊമിസിലറി കെയർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നേഴ്സസ് ഉണ്ടാവുകയില്ല. നേഴ്സസ് ഇല്ലാതെ കെയറേഴ്സ് തന്നെയായിരിക്കും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നേഴ്സസിൻ്റെ സൂപ്പർവിഷൻ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന കെയറേഴ്സ് യൂണിസൺ എന്ന് പറഞ്ഞ യൂണിയനിൽ മാത്രമേ ചേരാവുള്ളൂ. RCN നിങ്ങളെ കവർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നേഴ്സിംഗ് ഹോമുകൾ, അതായത് നേഴ്സിംഗ് ഹോം, NHS ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ RCNൽ ജോയിൻ ചെയ്യാവുന്നതാണ്. RCNൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നേഴ്സസിൻ്റെ സൂപ്പർവിഷനിൽ വർക്ക് ചെയ്യുന്ന കെയറേഴ്സിനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചേരാൻ പറയുന്നത്. പിന്നെ RCNൻ്റെ മറ്റൊരു ഇതുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഇൻ്റർനാഷണൽ നേഴ്സാണ്, UK വന്നിട്ട് 12 മാസത്തിലധികമായിട്ടില്ല, നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടായി. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ്, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് യൂണിയനിൽ ചേർന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷേ RCNന് ഒരു ചെറിയൊരു ലൂപ്പ് ഹോളുണ്ട്. അതുകൂടെ നിങ്ങൾക്ക് അറിവിനായിട്ട് പറഞ്ഞു തരികയാണ്. നിങ്ങൾ ഇൻ്റർനാഷണൽ നേഴ്സാണ്, പക്ഷേ ഇവിടെ വന്ന് കെയറായിട്ട് ജോയിൻ ചെയ്ത് 1 വർഷം ആയിട്ടില്ല. നിങ്ങൾക്കൊരു വർക്ക് പ്ലേസിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ RCN മെമ്പർഷിപ്പ് ആ ഇഷ്യൂവിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് RCNനെ ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇൻ്റർനാഷണൽ നേഴ്സാണ്, ഇതുപോലെ പുതിയതായിട്ട് വന്നതാണ്, ഒരു ഇഷ്യൂവിൽ പെട്ടിട്ടുണ്ട്, അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് സൂചിപ്പിച്ച് കഴിഞ്ഞാൽ RCNൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഈ അവസരത്തിൽ പറയാൻ താല്പര്യമുണ്ട്. ഒരുപാട് ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവർ, ഇതുപോലെ വർക്ക് പ്ലേസിലെ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ഡിസിപ്ലിനറി ആക്ഷൻ നേരിടുന്ന ഒരുപാട് ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അവർ പലരും പറയുന്നൊരു കാര്യമാണ്, ഞാൻ യൂണിയൻ മെമ്പറാണെന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കുന്നതാണ്, നിങ്ങൾ യൂണിയനിൽ റിപ്പോർട്ട് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, യൂണിയനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയും. നമ്മൾ ഈ പണ്ടൊക്കെ നാട്ടിൽ മനോരമ പത്രമൊക്കെ വരിസംഖ്യ കൊടുത്ത് വരുത്തിയിട്ട് വായിക്കാതെ
സിറ്റ് ഔട്ടിലിട്ടേക്കുന്ന പോലെ ഉള്ള പരിപാടിയാണ്. യൂണിയൻ മെമ്പർഷിപ്പ് എടുത്തു. മെമ്പർഷിപ്പ് ഫീസ് എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. 10, 15, 16, 20 പൗണ്ടൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണ്. മെമ്പർഷിപ്പ് ഫീസൊക്കെ കൊടുത്തിട്ട് യൂണിയൻ്റെ പ്രയോജനം എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സമീപിക്കാൻ വേണ്ടിയിട്ടാണ് മെമ്പർഷിപ്പ് ഉള്ളവർ തീർച്ചയായിട്ടും യൂണിയനെ എന്തെങ്കിലും ഇഷ്യൂ നിങ്ങളുടെ വർക്ക് പ്ലേസ് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിയനെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയിക്കുക. അവരുടെ നിർദ്ദേശപ്രകാരം മറ്റു കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.